it's me Marina Javi. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ കുട്ടീസിൻ്റെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ കളറിലും ടേസ്റ്റിലും ടെക്സ്ചറിലും നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വേഗം നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കിയാലോ. അപ്പോൾ ടൊമാറ്റോ സോസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ തക്കാളി ഒരു 5 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ചൂടാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് റെഡിയാക്കി എടുക്കാനുള്ള പാത്രത്തിലോട്ട് നമ്മൾ അരച്ച് വെച്ച തക്കാളി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ അകത്ത് ആ കുരും തൊലിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത തക്കാളി നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ അതേ ടെക്സ്ചറിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ അകത്ത് വെള്ളം വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്രമാത്രം നല്ല തിക്കായിട്ട് ടൊമാറ്റോ സോസ് വേണോ അത്രമാത്രം വറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ വാങ്ങിക്കുന്ന ആ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് പാകം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലോട്ട് ഒരു 2 ഡ്രോപ്പോളം ടൊമാറ്റോ സോസ് നമ്മൾ റെഡിയാക്കിയതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് പ്ലേറ്റ് ഒന്ന് വെച്ച് അരച്ച് കൊടുക്കുമ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ച ആ ഡ്രോപ്പിൻ്റെ സൈഡിൽ കൂടെ വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങുന്നില്ല എങ്കിൽ നമ്മുടെ ടൊമാറ്റോസ് കറക്റ്റ് പാകമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ താഴോട്ടൊന്നും ഒഴുകി വരുന്നില്ല, സൈഡിൽ കൂടെ വെള്ളമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മൾ ആ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊന്നും ഒഴുകി പോകുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ചൂടാറുമ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ആഴ്ചകളോളം ഇത് കേടാവാതിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കളറും ടേസ്റ്റും ഒക്കെ തന്നെയാണ്. നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.